ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓഗസ്റ്റ് 16 വിശുദ്ധമായ സഫർ 10 സുന്ദരമായ ജുമാ ദിവസത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ നാം ഒരുമിച്ച് കൂടിയത്. ഇതൊരു വഖഫ് ചെയ്യപ്പെട്ട മുതലാണ്. വഖഫ് ചെയ്യപ്പെട്ട മുതലുമായി ബന്ധപ്പെട്ട രാജ്യത്ത് ധാരാളം പ്രശ്നങ്ങൾ അരങ്ങേറുന്ന ഈ സാഹചര്യം ഒന്ന്, രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ രാജ്യത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നവർ അവരുടെ വർത്തമാനം രാജ്യത്ത് നടപ്പിലാക്കാനിരിക്കുന്ന വർഗീയ അജണ്ടകൾ നിരത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മറ്റൊന്ന്. അതിലുപരി നമ്മൾ ചർച്ചയാക്കേണ്ട വിഷയം ബംഗ്ലാദേശിൻ്റെ അവിടുത്തെ പ്രിയങ്കരിയായ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരിയെ പ്രക്ഷോഭക്കാർ ആ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു. ഇന്ത്യ മഹാരാജ്യത്ത് വന്ന് അഭയം പ്രാപിച്ച ചരിത്രം 3. അങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച നമ്മുടെ ജുമാ പ്രഭാഷണത്തിൽ ഇതിൻ്റെ എല്ലാം ഇസ്ലാമിക വീക്ഷണങ്ങളും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയേറെ ശ്രേഷ്ഠമായി ഈ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയേണ്ടതല്ല. അതുകൊണ്ട് ഉള്ള സമയം നമുക്ക് നല്ല കാര്യങ്ങൾ പറയണം. നാളെ അള്ളാഹു അവന്റെ പൊരുത്തത്തിലായി ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ. എന്തായാലും വരുന്ന കാലങ്ങളെല്ലാം, വരും വർഷങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുന്ന വാർത്തകളാണ്. സമാധാനം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാലഘട്ടം കഴിയുന്തോറും പ്രതിസന്ധി ഘട്ടം കൂടി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുനാളിലെ കാരണവന്മാരാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ ഈ മഹലിന്റെ ഏറ്റവും വലിയ പ്രാതിനിധ്യമുള്ള പ്രധാനപ്പെട്ട ആളുകളായ സഹോദരങ്ങളാണ്. നിങ്ങളുടെ കുഞ്ഞുനാളിനെ പറ്റി നിങ്ങളെ കാരണവന്മാർ ജീവിച്ചിരുന്ന ആ കാലഘട്ടം, ഇവിടെ എല്ലാ വയലുകളും പാടങ്ങളും അതിൽ കൃഷി ചെയ്ത് ഉള്ളത് നന്നായി ജീവിച്ച് ഉള്ള കൊണ്ട് സമ്പത്ത് കൊണ്ട് ഓണം പോലെ ജീവിച്ചൊരു കാലഘട്ടം നമ്മുടെ മുൻതലമുറയ്ക്കുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു സാഹചര്യം, ഒരു പ്രശ്നങ്ങളില്ല, ഒരു ഭൂമി ഒലുക്കമില്ല, ഒരു മാരക രോഗമില്ല, ഒരു വൈറൽ പനി പോലും ഇല്ലാത്ത കാലഘട്ടം. എത്ര മനോഹരമായിരുന്നു. ഒരു കാര്യം എന്നുണ്ടായിരുന്നുള്ളൂ, ഇച്ചിരി പട്ടിണിയും പരിവട്ടമൊക്കെ ഉണ്ടായി. എന്നാലും അന്നുള്ള കാരണവന്മാർ പരസ്പരം കൈകോർത്തപ്പോൾ അതൊക്കെ ഏറ്റവും നല്ല മഹാസംഭവങ്ങളായി ഇന്നും നല്ല ഓർമ്മകളായി മാറുമ്പോ ഇന്ന് ആധിക്യത്തിന്റെയും പണത്തിന്റെയും പവറിന്റെയും അധികാരത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാലഘട്ടത്തൊരു വീട് പോലും പട്ടിണിയില്ലാതെ എല്ലാ വീടും നല്ല സമൃദ്ധമായ ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല വീടും നല്ല ഭവനങ്ങളും സുഗാഡംബരങ്ങളുടെ സുഖലോലുപതയിൽ നാം വിരാജിക്കുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഒരു ഹദീസ് നിങ്ങൾ കേട്ടെ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലൈസ ആമുൻ ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻഹു. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഓരോ വർഷം കഴിയുന്തോറും കഴിഞ്ഞ വർഷത്തിനേക്കാൾ മോശമായിരിക്കും ഇനി വരാൻ പോകുന്ന വർഷമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു വർഷത്തെക്കാൾ വരാൻ പോകുന്ന വർഷം പച്ച പിടിച്ച വർഷം എന്നല്ല, സമ്പൽ സമൃദ്ധിയായ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വർഷങ്ങളെ ഇനി പ്രതീക്ഷിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ. കുറച്ച് കഴിയുമ്പോൾ നന്നാവുന്നൊക്കെ നമ്മൾ ഭംഗിവാക്ക് പറയാറില്ലേ, ഉണ്ടാവാൻ പാടാ എന്ന ഹദീസ് വെച്ച് നോക്കുമ്പോ അങ്ങനെയാ. ഒരു വാക്കൂടെ നിങ്ങൾ കേട്ടോ, കഴിഞ്ഞുപോയ ഭരണാധികാരികളെക്കാൾ മോശമായ ഭരണാധികാരികളാണ് കടന്നു വരുന്നതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നമുക്ക് പ്രതിപക്ഷം നല്ല ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് വന്നപ്പോൾ സമാധാനമായിരുന്നുവെങ്കിലും അവർ കടന്നു പിടിക്കുന്നതെല്ലാം മുസ്ലിമിന്റെ ചങ്കത്താണ്. കൊണ്ടുവരുന്ന നിയമങ്ങളെല്ലാം ഈ സമുദായത്തിന് എതിരാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിനെന്നും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നാണ്. സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ ഇതിനെല്ലാം ഒരു കാരണം പറയുന്നുണ്ട്. എല്ലാത്തിനും ഓരോ കാരണം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഖുർആൻ അപ്പം എടുത്തു വെച്ച് ഓതി നോക്കിയാൽ ഒരായത്ത് കിട്ടും. ഒരായത്ത് നിങ്ങൾ നോക്കിയ ഈ ആയത്ത്, وَإِذَا أَرَدْنَا أَن نُهْلِكَ قَرْيَةً أَمَرْنَا مُتْرَفِيهَا فَفَسَقُوا فِيهَا
فحق عليها القول فدمرناها تدميرا. ഭയങ്കരമായ നമ്മൾ ഇത് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളായ സഹോദരങ്ങളോട് വയനാട് ജില്ലയിൽ ഉണ്ടായ ദുരന്തത്തെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കരുത്. വയനാട് ജില്ലയിൽ ഉണ്ടായ ദുരന്തപ്പറ്റിയുള്ള ചർച്ചയല്ല ഇന്ന്. നമ്മൾ അതിനു വേണ്ടിയിട്ട് ലോകമൊട്ടാകെ, കേരളം മാത്രമല്ല ലോകമൊട്ടാകെ സഹായത്തിന്റെ തിരുകരങ്ങൾ നീട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് വർത്തമാന കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രക്ഷോഭകർ അവിടുത്തെ പ്രധാനമന്ത്രിയെ, അവിടുത്തെ ഭരണാധികാരി ആട്ടിപ്പുറത്താക്കിയതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ നിങ്ങൾ നോക്കിയ വിശുദ്ധമായ ഖുർആൻ. നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിരിക്കുന്ന ആളുകൾ വഖഫുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകൾ എത്ര അപലപനീയമാണ്. വഖഫ് എന്ന് പറയുന്ന സ്വത്ത് ഇസ്ലാമിന്റെ ശറഇൽ വഖഫ്തു ഹാദൽ അർള്, ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം ഒരു നല്ലവരായ കാരണവന്മാർ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ മറ്റപ്പള്ളിയിലെ കാരണവരായ പ്രിയപ്പെട്ട ഉപ്പമാർ, അവർ സദഖ ചെയ്തതെന്നാണ്, അവർ ഹദിയ ചെയ്ത ഒരു സ്ഥലമാണ്. ഇത് വഖഫാണ്. വഖഫ്തു ഹാദൽ അർള് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശറഇൽ അത് വഖഫായി. പിന്നെ അതിൽ ആർക്കും അധികാരമില്ല. അതിന്റെ അധികാരം അല്ലാഹുവിലേക്ക് മാറി. ഇന്ന് ആ വഖഫ് സ്വത്ത് അതിന്റെ നിയമങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന അവസ്ഥയിൽ ആ വഖഫ് സ്വത്തിന് എതിരെ അതിന് രേഖ, അന്ന് രേഖ വേണമെന്നില്ല, പേപ്പർ മൂലം രേഖ എഴുതി കൊടുക്കണമെന്ന് ഇസ്ലാമിന്റെ ശറഇലില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കിയേ, നമ്മുടെ രാജ്യത്തുള്ള വഖഫ് സ്വത്തിന്റെ കണക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതിന്റെ കണക്കെടുക്കുന്ന ആളുകൾ 9,40,000 ഏക്കർ ഭൂമി വഖഫ് സ്വത്തായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അതിൽ 1,20,000 കോടിയോളം സ്വത്ത് വകകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വഖഫ് സ്വത്തിൽ വന്നു കഴിഞ്ഞു. ഇതിനെല്ലാം രേഖ വേണമെന്നാണ് ഇപ്പൊ വന്നിരിക്കുന്ന അജണ്ടയും തീരുമാനങ്ങളും. അങ്ങനെ രേഖ വേണമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശറഇന്റെ പ്രകാരം രേഖകളില്ലാത്ത എത്രയോ വഖഫ് ഭൂമികൾ ഉണ്ടാകും. അതിന്റെ എതിരെ ഒരാൾ വന്ന് പരാതി കൊടുത്താൽ, അപ്പൊ ഇതിന്റെ ഗൂഢമായ ലക്ഷ്യം വഖഫ് സ്വത്തുകളായ മുസ്ലിമീങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കുന്നതോടുകൂടി ബുൾഡോസർ രാജോ പള്ളി പൊളിക്കേണ്ടതോ അതിന് എതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാതെ സ്വസ്ഥമായിട്ട് ആ വഖഫ് ഭൂമികൾ മറ്റുള്ളവർക്ക് കൈക്കലാക്കാം എന്നുള്ള ഗൂഢമായ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇതിനെല്ലാം പിന്നിൽ ശക്തമായ കാരണങ്ങളുണ്ട്. വഖഫ് സ്വത്തിനെ സൂക്ഷിക്കാതെ വന്നപ്പോ, പള്ളിയിൽ അടികളും ബഹളങ്ങളുമായപ്പോ, ഈ എറണാകുളം ജില്ലയിലെ ഒരു പള്ളിയിൽ കഴിഞ്ഞ ജുമാഅയ്ക്ക് മുമ്പ് അക്രമങ്ങളാണ് നടന്നത്. പ്രിയപ്പെട്ടവരെ, നാണക്കേട് ആർക്കാണ്? ഈ സമുദായത്തിന്റെ പള്ളി ഭരണാധികാരികൾ എന്ന പേരിൽ അകത്ത് കയറി കൂടിയിട്ട് പള്ളിക്കൊരൽപ്പം പണം വരുമ്പോ അതിന്റെ അധികാരത്തിൽ കയറിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് തമ്മിലടി കൂടുമ്പോ അള്ളാഹു തരുന്ന അദാബിന്റെ നിയമങ്ങളാണ് ഈ വഖഫ് നിയമങ്ങൾ. ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പള്ളിയെ സൂക്ഷിക്കുന്നില്ല, വഖഫ് മുതലിനോട് ബഹുമാനങ്ങളില്ല. വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേട്ടോ, വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖർയ, ഒരു ഗ്രാമത്തെ, ഒരു നാടിനെ നാം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അമർനാ മുത്രഫീഹാ, ആ നാടിൽ സമ്പൽ സമൃദ്ധി കൊടുക്കുമെന്ന് അള്ളാന്റെ ഖുർആൻ പറയാ. അവർക്ക് ലാവിഷായിട്ട് ജീവിക്കാനുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അള്ളാഹ് കൊടുക്കും. നല്ല വീട്, നമ്മൾ ചില നാടുകളിൽ പോയിട്ട് പറയൂലേ, എന്ത് നല്ല വീട് ആ നാട്ടിൽ, ഓ മാഷാ അല്ലാഹ്, എന്ത് നല്ല പ്രകൃതി രമണീയതയാണ് എന്ന് പറയും. പക്ഷേ ഖുർആൻ പറയുന്നുണ്ട്, വിശുദ്ധമായ ഖുർആന്റെ തഫ്സീർ, അന്നഹു ഫതഹ അലൈഹിം അബ്വാബൽ ഖൈറാത്തി വറഹാത്ത്, ആ നാട്ടിൽ പണക്കാരുണ്ടാകും, ആ നാട്ടിൽ നല്ല കച്ചവടങ്ങൾ ഉണ്ടാകും, ആ നാട്ടിൽ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകും. ഫഇൻദ ദാലിക തമറദു വതഗൗ വബഗൗ, ഖുർആൻ പറയുന്നു ഫഫസഖു ഫീഹാ, ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോ അവർ അല്ലാഹനെ മറക്കുന്നവരായി മാറും. പിന്നെ അല്ലാഹന്റെ പള്ളിയിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങും. പിന്നെ വഖഫ് മുതൽ അവര് സൂക്ഷിക്കില്ല. പിന്നെ പള്ളിയിൽ തർക്കങ്ങളായി, അടികളായി, ബഹളങ്ങളായി, നാട്ടിൽ ഫിത്നകളും ഫസാദുകളും ആകുമ്പോ അല്ലാഹ് പറയുന്നുണ്ട് ഫഹഖ അലൈഹൽ ഖൗലു, ആ സമയത്താണ് അല്ലാഹു അവന്റെ കലാമിന്റെ സുന്ദരമായ വാക്യത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. ഫദമ്മർനാഹാ തദ്മീറാ, അല്ലാഹു അടിച്ച് തകർത്തു കളയുമെന്ന് ഖുർആൻ. അടിച്ച് നിലംപരിശായി കളയും പടച്ച തമ്പുരാൻ.
അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലമാ ഹവാ ശൈആ റകിബഹു വ കുല്ലമാ ഇസ്തഹാ ശൈഅൻ ആതാഹു. ഒരുവൻ തന്നിഷ്ടക്കാരനാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ അധികാരത്തിൽ കയറിയ പിന്നെ എന്റെ തീരുമാനം, പിന്നെ വേറെ ആരുമായിട്ടും ഒരു കൂടിയാലോചനയില്ല. രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കെ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ ആ പ്രധാനം അവിടുത്തെ ഭരണാധികാരി, ആ ബംഗ്ലാദേശിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട മുജീബുർ റഹ്മാൻ എന്ന് പറയുന്നവരുടെ മകളാണ് ഷെയ്ഖ് ഹസീന. അവിടെ പ്രക്ഷോഭകർ തിരിഞ്ഞടിക്കാനുള്ള കാരണമുണ്ട്. അവിടെയുള്ള ബംഗ്ലാദേശിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ, അവരുടെ സഹോദരിമാർ, അവരുടെ അവകാശത്തെ ഇവർ വെട്ടിക്കുറച്ചു. തനിക്കെതിരെ സംസാരിക്കുന്നവരെ ജയിലിലടയ്ക്കാൻ തുടങ്ങി. നഹീൽ എന്നൊരു ചെറുപ്പക്കാരനാണ് പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത്. അവരെ എല്ലാവരെയും ജയിലിൽ പൂട്ടാനുള്ള ആഹ്വാനം കൊടുത്തപ്പോൾ പ്രക്ഷോഭക്കാർ എവിടെ ചെന്ന് കയറിയെന്നറിയുമോ? അവരിരിക്കുന്ന സിംഹാസനത്തിന്റെ അകത്തളത്തിൽ കയറിയിട്ട് അവരുടെ വൃത്തികെട്ട ചിത്രങ്ങൾ വരെ, അവരുടെ ഏറ്റവും വലിയ മോശമാക്കിക്കൊണ്ടുള്ള പ്രവണതകൾ വരെ പ്രക്ഷോഭക്കാർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടുത്തെ ഭരണാധികാരത്തിൽ നിന്ന് 2 മന്ത്രിമാരെ പരസ്യമായിട്ട് തൂക്കിക്കൊന്നതാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ട ഏറ്റവും ഭീകരമായ വാർത്ത. എവിടെയും അങ്ങനെയാണ്. തന്നിഷ്ടക്കാരാകുമ്പോ അള്ളാഹു തിരിച്ചു കൊടുക്കുന്ന അടി ഭയങ്കരമാണ്. അത് ഫിർഔനിന് കിട്ടി, അത് ഹാമാന് കിട്ടി, അത് നമ്രൂദിന് കിട്ടി, മുസോളിനിക്ക് വരെ കിട്ടി, അഡോൾഫ് ഹിറ്റ്ലറിനും കിട്ടിയത് അങ്ങനെ തന്നെയാണ്. തന്റെ കാമുകിയുടെ വീട്ടിൽ പോയിട്ട് തൂങ്ങിച്ചത്ത് കളഞ്ഞതാണ് അഡോൾഫ് ഹിറ്റ്ലർ എങ്കിൽ മുസോളിനിയെ ചെയ്തത് എന്തെന്നറിയുമോ? കെട്ടിത്തൂക്കിയിട്ട് അവിടുത്തെ ആളുകൾ പരസ്യമായി കെട്ടിത്തൂക്കിയാണ് കൊന്നത്. ഗദ്ദാഫി എന്ന് പറയുന്ന ലിബിയയിലെ ഭരണാധികാരി വിശുദ്ധമായ ഖുർആന്റെ ഖുൽ എന്ന് പറയുന്ന വാക്കുകളെല്ലാം മാറ്റാൻ തീരുമാനിച്ചപ്പോ അള്ളാഹു കൊടുത്ത ശിക്ഷയുടെ താവളങ്ങൾ എങ്ങനെയെന്നറിയുമോ? അവിടെയുള്ള ഇറച്ചിക്കടക്കാരെ കൊണ്ട് വെട്ടിഞ്ഞുറുക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയത്. സഹോദരങ്ങളെ, അദാബിറങ്ങുന്നത് വെറുതെയല്ല, അതിന് തക്കതായ കാരണങ്ങളുണ്ട്. ശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ട് പറയാ, തന്നിഷ്ടപ്രകാരം ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് അനുവാദമില്ല. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അധികാരം നമുക്കില്ല. ചരിത്രങ്ങൾ നോക്കൂ. വിശുദ്ധമായ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റവാ ജാബിർ ഖാല റആ ഉമർ ലഹമൻ മുഅല്ലമകം ഫി യദി. ജാബിർ റളിയല്ലാഹു അൻഹു, എല്ലാവരും നമ്മളെ പെരുമ്പാവൂരിന്റെ ഒരു സ്വഭാവമാണ് എല്ലാ ഞായറാഴ്ചയും പോയി ഇറച്ചി വാങ്ങുക. സർവ്വസാധാരണമാണ്. ഞായറാഴ്ച ആകുമ്പോ പോത്തിറച്ചി അല്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉസാദി ഒരു സുഖം. എന്നാ നാട്ടുകാർ മൊത്തം ആ ശൈലിയിലാണ്. ഹറാമെന്നല്ല, നമുക്കാഗ്രഹം തോന്നുമ്പോ നമ്മളത് ചെയ്യുന്നു. അല്ല, മന്തി വേണം, നമ്മളാണെങ്കിലും കടയിൽ പോയി മന്തി കഴിക്കുന്നു. എന്നാ മുൻഗാമികളെ കേട്ടോ, അവർ പ്രതിരോധിച്ചത് എങ്ങനെയെന്നറിയുമോ? ജാബിർ റളിയല്ലാഹു അൻഹു കയ്യിൽ ഒരു പൊതി ഇറച്ചിയുമായിട്ട് കൊണ്ടുപോകുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മാഹാദായ ജാബിർ, ജാബിറെ എന്താണിത് ജാബിറെ? ഫഖുൽതു ഇസ്തഹൈതു ലഹ്മാ ഫശ്തറൈതു. ഒരൽപ്പം ഇറച്ചി എനിക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നി ഉമറേ, ഞാനത് വാങ്ങി ഉമറേ. ജാബിറെ, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ വാങ്ങുമോ? മറുപടി ചോദ്യമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ തിന്നുവാണോ, വാങ്ങുവാണോ, ആസ്വദിക്കുവാണോ? അമാ തഖാഫു ഹാദിഹിൽ ആയാ, ഈ ആയത്തിനെ നീ ഭയപ്പെടുന്നില്ലേ ഉമറേ? ദുനിയാവിൽ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് പകരം ദുനിയാവിൽ തന്നെ നീ ആസ്വദിച്ച് തീർക്കുകയാണോ? ഭയപ്പെട്ട AC റൂമിൽ കിടക്കുന്ന അത്യാഡംബര സൗധങ്ങൾ കെട്ടിപ്പടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ശറഇൽ ഹറാമല്ല, അനുവദനീയം തന്നെയാണ്, കിടക്കാവുന്നതാണ്, അല്ലാഹു തന്ന നിഅമത്ത് തന്നെയാണ്. പക്ഷേ മുൻഗാമികൾ അതിനെ കണ്ടത് ദുനിയാവിൽ ചെയ്ത എന്തെങ്കിലും നന്മകൾക്ക് പകരമാണോ ഈ അനുഗ്രഹം എന്റെ റബ്ബനിക്ക് തന്നത്? ആഖിറത്തിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ? ഖുർആന്റെ ആയത്ത് അങ്ങനെ.
ഹസിബ്തും ത്വയ്യിബാതികും ഫീ ഹയാതികുമുദ് ദുനിയ. കാഫിരീങ്ങളുടെ മേൽ ഇറങ്ങിയ ആയത്താണ്. അവർക്ക് ആഖിറത്തിൽ അല്ലാഹു ഒരു പ്രതിഫലവും കൊടുക്കൂല. ദുനിയാവിൽ ചെയ്ത നന്മകൾക്ക് ദുനിയാവിൽ തന്നെ അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നതാണ്. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. ഞാനും എന്തെങ്കിലും നന്മ ഈ ദുനിയാവിൽ ചെയ്തിട്ട് അള്ളാന്റെ ആഗ്രഹം പറ്റാൻ എനിക്ക് അനുവാദമില്ല. ആ അനുഗ്രഹം എനിക്ക് വേണ്ടതാണ്. ഓരോ സ്വഹാബികളെയും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എങ്ങനെ നമ്മൾ നല്ലവണ്ണം ഒന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങും ഈ ആയത്ത് കേൾക്കുമ്പോ. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. സുഖാഡംബരങ്ങളുടെ പറുദീസയിൽ ആറാടുമ്പോഴാണ് അനുഗ്രഹങ്ങളെല്ലാം കെട്ടിപ്പടുത്തിട്ട് നമ്മൾ അള്ളാനെ മറക്കുമ്പോഴാണ് അദാബിറങ്ങുന്നത്. നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എല്ലാവരും പറയുന്നു മുല്ലപ്പെരിയാറ് പൊട്ടി വരുമെന്ന്. ആർക്കും പക്ഷേ ഉള്ളിൽ ഭയമില്ല. അതിന്റെ ഭീകരതയെ കുറിച്ചുള്ള ഒരു ചിന്ത പോലും നമുക്കില്ല. പക്ഷേ ഇപ്പോഴും സുഖങ്ങളാണ്, സന്തോഷങ്ങളാണെങ്കിൽ നിഅമത്ത് കിട്ടിയവരെ, നല്ല ബാങ്ക് ബാലൻസ് ഉള്ളവരെ, റബ്ബിന്റെ നിഅമത്തായ ഒരു അസുഖം പോലും വരാതെ വീട്ടിൽ സുഖമായി കഴിയുന്നവരെ, അല്ലാഹനെ മറക്കല്ലേ. ഒരൊറ്റ വഖത്ത് നിസ്കാരം പോലും പാഴാക്കരുതേ. സദാ ദിക്റിലായി, സദാ തസ്ബീഹിലായി റബ്ബ് തന്ന നിഅമത്തിനെ മറ്റുള്ളവർക്ക് കൂടി പകുത്തു കൊടുത്തു അല്ലാഹനെ ഓർത്ത് സമ്പത്ത് തന്നനുഗ്രഹിച്ചവരെ, പാവങ്ങളെയും കൂടി ചേർത്ത് പിടിച്ച് അല്ലാഹ്ക്ക് നന്ദി ചെയ്ത് ജീവിച്ചില്ലെങ്കിൽ ഈ നാട് അദാബിലാകുമെന്നാണ് വിശുദ്ധമായ ഖുർആൻ പറയാ. നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഷാമിലെ ഗവർണറാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമറിന്റെ ആ ഷാമിന്റെ ഗവർണറുടെ വീട്ടിലൊന്ന് പോയി. ഭരണാധികാരിയായിരിക്കുമ്പോ നമ്മളെല്ലാവരും ഒരൽപ്പം ഭരണം കിട്ടുമ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകണ്ട, രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേതാവാകണ്ട, ഈ പഞ്ചായത്തിന്റെയോ ഈ ലോക്കൽ കമ്മിറ്റിയുടെയോ ചെറിയ ഒരു സംഘടനയുടെ നേതാവായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ കിബറാണ്. ജനങ്ങൾ എന്നെ സെലക്ട് ചെയ്തതല്ലേ, അത് എന്റെ ക്വാളിറ്റി കൊണ്ടല്ലേ. അത് ക്വാളിറ്റി അല്ല, റബ്ബിന്റെ പരീക്ഷണമാണ്. അധികാരങ്ങളെങ്ങാനും കയ്യിലുണ്ടെങ്കിൽ മനുഷ്യരെ ചോദ്യം കൂടും. ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, കെട്ടിടമുണ്ട്, സൗകര്യങ്ങളുണ്ട്, കച്ചവടമുണ്ട്. നിന്റെ തൊട്ടയൽവക്കത്ത് താമസിക്കുന്നവൻ ഇതൊന്നുമില്ലെങ്കിൽ അവനോട് ചോദ്യമില്ല. ചോദ്യം നിന്നോടാണ്. നിന്റെ ഭാര്യയുടെ കടമകൾ നീ ചെയ്തോ? മക്കളോടുള്ള കടപ്പാടുകൾ ചെയ്തോ? വീട് കിട്ടിയിട്ട് നീ നന്ദി കാണിച്ചോ? നിന്റെ കുടുംബത്തിനോടുള്ള ഹക്ക് പാലിച്ചോ? കച്ചവടം നല്ലവണ്ണം ചെയ്തോ? സംഭവങ്ങൾ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കയറിയപ്പോ ഇല്ലാ സൈഫഹു വതുർസഹു വരിഹ്ലാ, ആകെയുള്ള ഒരു വാള്, ഒരു പടയങ്കിയുമുണ്ട് പുതച്ചു കിടക്കാൻ, ഒരു റൂമുമുണ്ട് പുതച്ചു കിടക്കാൻ, ഒരു പുതപ്പുമുണ്ട്. നേരത്തെ പറഞ്ഞ അതേ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അബൂ ഉബൈദ, ഡ്രസ് എടുത്താ മതിയാവൂല നമുക്ക്, ചെരുപ്പെടുത്താ മതിയാവൂല നമുക്ക്, വാഹനങ്ങൾ ഒന്ന് വാങ്ങിയാലും പുതിയ മോഡൽ കാണുമ്പോ പിന്നെയും അതിന്റെ പിന്നാലെ പരക്കം പായുകയാണ്. വീട് വെച്ചിട്ടും പിന്നെ മോടി കൂട്ടാൻ വേണ്ടി വെച്ച വീട് വെറുതെ പൊളിച്ചിട്ട് വീണ്ടും കെട്ടിപ്പൊക്കുന്നവര് അനാമത്തായിട്ട് പൈസ ചെലവാക്കുന്നു. ഒരു പറയുന്ന ന്യായം ഞങ്ങളെ കയ്യിൽ കാശുള്ളത് കൊണ്ടല്ലേ എന്ന്. എടാ, കാശ് നിന്റെ കയ്യിലുള്ളത് നിന്റെ തോന്നിവാസം കാണിക്കാനല്ല, നിന്റെ കയ്യിലുള്ള ബാങ്ക് ബാലൻസ് മുഴുവനും നിനക്ക് അറുമാദിച്ച് തീർക്കാൻ വേണ്ടിയല്ല പടച്ച തമ്പുര നിനക്ക് തന്നത്. അങ്ങനെ ചെയ്തു തന്നാൽ, അങ്ങനെ നീ അനുഭവിച്ച് തീർത്താൽ പടച്ചവനാണ്, വല്ലാഹിയാണ്, തലമുറയ്ക്ക് അനുഭവിക്കാൻ അല്ലാഹു ബാക്കി വെക്കൂല. ഇത് സുഫിയാൻ ബാഖവിയുടെ വാക്കല്ല, ഇത് പടച്ച തമ്പുരാൻ അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്.
ഒരു വാളേ ഉള്ളൂ. അബൂ ഉബൈദയോട് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു, ലവിത്തഖൽത മതാഅ, എന്തെങ്കിലും കുറച്ച് കാര്യം കൂടി വാങ്ങി വെച്ചൂടെ അബൂ ഉബൈദ? വീട്ടിൽ ഒരു കട്ടില്, കുറച്ച് പാത്രങ്ങൾ, ഒരു അടുപ്പ് വെച്ചുകൂടെ അബൂ ഉബൈദ? യാ അമീറൽ മുഅ്മിനീൻ, ഇന്ന ഹാദാ സയുബല്ലിഗുനൽ മഖീൽ. ഇത് മതി ഉമറേ, ഇനിയൊരു പാത്രത്തിന്റെയും ആവശ്യം മരണം വരെ അബൂ ഉബൈദക്കില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത, ഞാനും നിങ്ങളും ഇല്ലാത്ത ഒരു കടയിൽ കയറിയ ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റുകളുടെ സ്വഭാവങ്ങൾ തന്നെ നിരത്തി വെച്ചിരിക്കുകയാണ്. കയറി അറുമാദിച്ചിട്ട് പോകും. വന്ന ബില്ലിനെ കുറിച്ചൊരു ഭയം പോലും ഇല്ലാത്ത ഞാനും നിങ്ങളും എങ്ങനെയാണ് സഹോദരങ്ങളെ അബൂ ഉബൈദ പോകുന്ന സ്വർഗം വാങ്ങുക? ആഡംബരങ്ങളും ആർഭാടങ്ങളും കുറയ്ക്കണേ മനുഷ്യരെ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അദാബ് വരുന്നതിന് മുമ്പ് ചിന്തിക്കണേ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്ക് അമർനാ മുത്രഫീഹാ, അമർനാ മുത്രഫീഹാ. ഒരു രാജ്യം തകരാനുള്ള കാര്യം ആ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്നവരാണ്. ഒരു സംവിധാനം തകരാൻ കാരണം, ഒരു സംവിധാനം നശിക്കാൻ കാരണം അതിന്റെ ഭരണവും അതിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത ആളുകൾ തന്നിഷ്ടക്കാരായി മാറുമ്പോഴാണ് അതിൽ പ്രശ്നങ്ങളും സങ്കീർണതകളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതെന്ന് ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അനൂശർവാൻ എന്ന രാജാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ വഴിതെറ്റി പോയിട്ട് വേറെ ഏതോ വഴിയിലായി പോയി. അനൂശർവാൻ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഇൻഖതാ ഫി സ്വൈദി അനിൽ ഖൗമി ഫന്തഹാ ഇലാ ബുസ്താൻ. അങ്ങനെ നടന്നു ഒറ്റപ്പെട്ട് ഒരു പൂന്തോട്ടത്തിൽ ചെന്നെത്തിയപ്പോ നല്ല പൂന്തോട്ടമാണ്, പൂന്തോട്ടങ്ങൾ നിറയെ പഴമുണ്ട്. അവിടെ ഒരു കുട്ടിയുമുണ്ട്. കുട്ടിയോട് ചോദിച്ചു, വിശക്കുണ്ട് മോളെ, ഒരു പഴം തരാവോ? വിശക്കുന്നുണ്ട് മോളെ. فأعطني رمانا فأعطاه فاستخرج منها حبها ماء كثيرا. നല്ല മധുരമുള്ള പഴമാണ്. അത് കഴിച്ചപ്പോ ദാഹവും മാറി, വിശപ്പും മാറി. അത് കഴിച്ചപ്പോ ദാഹവും പോയി, വിശപ്പും പോയി. അപ്പോഴേ രാജാവായ അനൂശർവാൻ ചിന്തിച്ചത് എന്തെന്നറിയോ? എന്നാൽ ഈ പൂന്തോട്ടം ഞാൻ ഇങ്ങ് പിടിച്ചെടുത്താലോ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാശ്മീരിന്റെ മണ്ണ് ഉഴുതുമറിച്ചത് വെറുതെയല്ല. കാശ്മീരിനെ പോലെ മനോഹാരമുള്ള ഒരു സംസ്ഥാനം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഇല്ല. അവിടുത്തെ സൗന്ദര്യവതികളായ പെണ്ണുങ്ങളെ പോലത്തെ പെണ്ണുങ്ങളും ഇന്ത്യ മഹാരാജ്യത്ത് വേറെയില്ല. സുഖങ്ങളും രസങ്ങളും കൂടുമ്പോ റബ്ബിനെ മറക്കുമ്പോഴായി അദാബ് വരിക. സൗന്ദര്യം തരുമ്പോൾ അത് വ്യഭിചാരത്തിലോട്ട് മാറുമ്പോഴാണ് റബ്ബ് അദാബ് തരിക. അവിടെയാണ് എയ്ഡ്സ് എന്ന മാരക രോഗത്തെ ബദലായിട്ട് അള്ളാഹു വെച്ചത്. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. നാമീ പറ മനുഷ്യന്മാരെ, അള്ളാഹു ഈമാൻ തരട്ടെ. എപ്പോഴാണ് റബ്ബിന് നന്ദികേട് കാണിക്കുക? അപ്പോഴാണ് ഈ രാജാവ് ചോദിക്കുന്നത്, മോളെ ഒരു പഴം കൂടി വന്ന് തരുമോ? രണ്ടാമത്തെ പഴം കൊടുത്തപ്പോ വല്ലാത്ത കയ്പ്. എന്തുട്ട നീ തന്നെ? ആദ്യം തന്ന പഴത്തിന് നല്ല മധുരമായിരുന്നല്ലോ. അപ്പോഴാണ് ആ പൊന്നുമോള് രാജാവിനോട് പറയുന്നത്. റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീർ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. ഇത് ബാലമേലെ കെട്ടുകഥയല്ല. ലഅല്ലൽ മലിക അസമ അലൽ ളാലിമി ഫതാബ ഖൽബഹു. മഹാനായ ആ രാജാവിനോട് പൊന്നുമോള് പറയുക, രാജാവേ, ആ പ്രിയപ്പെട്ട സഹോദരാ, ഈ രാജ്യത്തിന്റെ രാജാവ് എന്തോ ധിക്കാരവും ഉൽമും കാണിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അക്രമകാരികൾ, ഭരണാധികാരികൾ അക്രമകാരികളാകുമ്പോഴാണ് ആ നാട്ടിലെ ഫലങ്ങൾക്ക് മധുരം കുറയുക, കയ്പ് കൂടുക, അതിന്റെ ഫലങ്ങൾ ഇല്ലാതായി പോവുക. അതുകൊണ്ട് തന്നെയാണ്
നമ്മളെ രാജ്യത്തിന്റെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാജാവ് തൗബ ചെയ്തിട്ട് ആ മോളോട് പറഞ്ഞു, മോളെ ഇനി ഒരു പഴം കൂടി തരാൻ പറഞ്ഞപ്പോ തൗബ ചെയ്തിന് ഞാൻ അങ്ങനെ ചെയ്യൂല അല്ലാ എന്ന് ദുആ ചെയ്ത് മൂന്നാമത്തെ പഴം കഴിച്ചപ്പോ ആദ്യത്തെ പഴത്തെക്കാൾ മധുരമുണ്ട്. ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് അതിൽ നന്ദി ചെയ്താൽ അല്ലാഹു അധികരിപ്പിച്ചതിനും പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും കാരണവന്മാർ ഇല്ലായ്മയിൽ കിടന്നു, പട്ടിണി കിടന്നു, ഉള്ളത് കൊണ്ട് ആസ്വദിച്ച്, ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ, ഇല്ലാത്ത ഭക്ഷണം മറ്റുള്ളവർക്കും ഓഹരി ചെയ്തു കൊടുത്ത് ജീവിച്ചപ്പോ നമുക്ക് വഖഫ് ഭൂമിയായി, നമുക്ക് വീടായി, ആസ്വദിക്കാൻ നമുക്ക് സൗകര്യങ്ങളായി. ഇതെല്ലാം കിട്ടിയ മക്കളായി ഞാനും നിങ്ങളും അള്ളാനെ മറന്നാണ് ജീവിക്കുന്നതെങ്കിൽ ഒരടി പോലും അല്ലാഹു ബാക്കി വെക്കൂല, ഒരൽപ്പം പോലും അല്ലാഹു ഈ തലമുറയ്ക്ക് ബാക്കി വെക്കൂല. അതാണ് ഈ വഖഫ് നിയമങ്ങളുടെയൊക്കെ ചിന്തകൾ നമ്മളെ ബോധിപ്പിക്കേണ്ടത്, ചിന്തകൾ കൊണ്ടുപോകേണ്ടത് അങ്ങോട്ടാണ്. നമ്മളെ പള്ളി നമ്മൾ സൂക്ഷിക്ക്, നമ്മുടെ പള്ളി നമ്മൾ സൂക്ഷിക്ക്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ പറയുന്നു, വലം യൻഖുലു അഹ്ദല്ലാഹി വഅഹ്ദ റസൂലിഹി. അല്ലാഹുവിന്റെ കരാറും അല്ലാഹുവിന്റെ ഹബീബിന്റെ കരാറും നിങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ എന്താണ് കരാറ്? വെസ്റ്റ് മുടിക്കൽ ഒരു പള്ളിയുണ്ട്, അവിടെ വഖഫ് ചെയ്യപ്പെട്ട ഒരു ഭൂമിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാ എന്ന് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോ കടകമ്പോളങ്ങളിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് ഫോണും താഴെ വെക്കാതെ കച്ചവടവും ചെയ്തു നിന്റെ സുഖാസ്വാദനങ്ങൾക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന്റെ വരുമാനത്തിനു വേണ്ടി ആ പള്ളിയിലെ ബാങ്ക് പോലും ശ്രദ്ധിക്കാതെ അഴിഞ്ഞാടുന്നവർക്ക് അള്ളാന്റെ വഖഫ് ഭൂമി ബാക്കിയുണ്ടാവൂല, അവനെ കൊണ്ടുവയ്ക്കാൻ പള്ളി പോലും ഉണ്ടാവൂല. അല്ലാഹു പറയുന്നു, ചില ആളുകൾ അത് കൈകടത്തും, ചില ആളുകൾ അത് വെട്ടിപ്പിടിച്ചു കൊണ്ടുപോകും. അവിടെയുള്ള ഇമാമിങ്ങൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞില്ല എങ്കിൽ അവിടെയുള്ള ഇമാമിങ്ങൾ ഈ കാര്യങ്ങൾ ജനങ്ങളോട് ബോധിപ്പിച്ചില്ല എങ്കിൽ അവർ തമ്മിൽ ഭിന്നതയുണ്ടാകും. അവിടെ എല്ലാ അന്തരീക്ഷങ്ങളും അല്ലാഹു മാറ്റിമറിച്ച് കളയും. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിൽ തന്നെ ചിന്തിച്ചു നോക്കൂ, ഈ പള്ളിയോടുള്ള ഹക്ക് നമ്മൾ പാലിക്കാറുണ്ടോ? എത്ര പേരാ പള്ളിയോട് ഏറ്റവും ബഹുമാനത്തോടെ പെരുമാറുക, വഖഫ് ഭൂമിയോട് ആദരവ് കാണുക, പടച്ചവനെ തന്നവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുക, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവരെ ഒന്ന് ഓർക്കുക. ഓരോ പള്ളിയുടെ പിന്നാലെയും നൂറുകണക്കിന് ഷഹീദുകളുടെ, നൂറുകണക്കിന് ആളുകളുടെ ത്യാഗങ്ങളുടെ, പട്ടിണികളുടെ കഥകൾ പറയാനുണ്ട്. വർത്തമാന കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാർക്ക്, സഹോദരങ്ങൾക്ക്, വരും തലമുറയ്ക്ക് അതറിയില്ല. അതുകൊണ്ടാണ് പള്ളിയുടെ അകത്തളങ്ങൾ അടികളായി മാറുന്നത്. അതുകൊണ്ടാണ് പൊതുയോഗത്തോടുമ്പോ ശബ്ദങ്ങൾ കൂടുന്നത്, അവിടെ ബഹളങ്ങൾ ഉണ്ടാകുന്നത്, അച്ചടക്കമില്ലായ്മ വരുന്നത്, പള്ളിയുടെ സ്വത്തുകൾ തന്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയി കെട്ടിവെക്കുന്നത്. സഹോദരങ്ങളെ, തുറന്നു പറയുകയാണ്, വിഷമം വിചാരിക്കരുത്. നമ്മുടെ പള്ളിയുടെ കഥയല്ല, വർത്തമാന കാലഘട്ടത്തിന്റെ കേരളത്തിലെ പല പള്ളികളിലും കെട്ടഴിഞ്ഞ ചരിത്രങ്ങളാണിത്. വഖഫ് ഭൂമിയെ കൈയടക്കി വെച്ചിരിക്കുന്ന സ്വകാര്യക്കാരായ ആളുകളുടെ കഥകൾ ഇന്നും നമ്മുടെ നാടുകൾ പലരും പാടിപ്പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോ അള്ളാന്റെ അദാബ് വരുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ വരുന്നതെന്നറിയോ? നിങ്ങൾക്ക് അധികാരമേൽപ്പിക്കുന്ന അധികാരികൾ അത് വെട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്ന വഖഫ് നിയമമാണ് ഇപ്പോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ, മടങ്ങുക, നമ്മുടെ തലമുറയെ നമ്മൾ സംരക്ഷിക്കുക, പള്ളിയെ ജീവിപ്പിക്കുക, നാവ് കൊണ്ട് ദിക്റ് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, അള്ളാനെ ഓർക്കുക, അതിന് കവിഞ്ഞുള്ള ആർഭാടം ഒഴിവാക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, പാവപ്പെട്ടവനെ സഹായിക്കുക, മഹല്ലുകൾ സജീവമാകട്ടെ, കല്യാണ ആഡംബരങ്ങൾ അർമാദനമാക്കാതിരിക്കുക, പണ്ടവന്റെ ഇന്ന് കടം മേടിച്ചുകൊണ്ട് കല്യാണം കങ്കേമമാക്കി എഴുന്നോ കൂലിക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന അർദ്ധനഗ്നകളായ പെണ്ണുങ്ങളെ ഒരു മുസ്ലിയാക്കന്മാർക്ക് പള്ളിയിൽ കയറി വരാൻ പറ്റാത്ത വിധം വാതിൽ കൊണ്ടുപോയി
കൊണ്ടുപോയി കെട്ടി നിർത്തുക. ഇസ്ലാമാണ് സഹോദരങ്ങളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഒന്നും അല്ല പൊറുക്കൂല, അല്ല വിടൂല. ഇതിവിടെ പറയാതിരുന്നാൽ എന്റെ റബ്ബ് എന്നെയും വിടൂല. അതുകൊണ്ട് തുറന്നു പറയുകയാണ്. അതുകൊണ്ട് ഈമാനുള്ളവരെ ചിന്തിക്ക്, ഒന്ന് മടങ്ങി വാ, നല്ല തീരുമാനങ്ങൾ എടുക്കൂ. നിക്കാഹുകൾ പള്ളിയിലാകട്ടെ, മഹല്ലുകൾ ദീനീ ചിട്ടയോടെ പോകട്ടെ. നല്ല നല്ല ഇബാദത്തുകളും നല്ല നല്ല വാളുകളും നസീഹത്തുകളും നിസ്കാരങ്ങളിൽ സജീവമായി, ദിക്റുകളും സ്വലാത്തുകളിലും സജീവമായി തൗബ ചെയ്ത് മടങ്ങൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെയ്തിട്ട് മരിച്ചുപോയി ഈമാനോട് മരിക്കാന്നേ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നൊറക്കാമീൻ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. കാമീൻ പറയാൻ മടിയെന്താ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബിലൊക്കെ ഈമാൻ തരുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നല്ലവണ്ണം ഈമാനോടുകൂടി മരിക്കാനുള്ള ജീവിതമാക്കി ഈ ജീവിതവും ഈ വഅദൊക്കെ അല്ലാഹു ഉപയോഗപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക.